ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടതെന്നുള്ളത്, എത്ര അവറാണ് പഠിക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര അവർ പഠിക്കണം എന്നുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് കുട്ടികളുണ്ടല്ലോ. അതായത് ചിലപ്പോൾ ചിലവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ചിലവർ കുറേ നേരം ഇരുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാൻ, അതായത് കുറേ നേരം ഇങ്ങനെ വെറുതെ പഠിക്കണ പോലെ ഇരുന്നിട്ട് പിന്നെ പഠിക്കാനിരിക്കുന്നവരുണ്ടാകും, പിന്നെ കുറെ സമയം എടുത്ത് പഠിക്കുന്നവരുണ്ടാകും. അപ്പൊ അതിൽ നിങ്ങളിപ്പോ ഇതിൽ ഏത് കാറ്റഗറി ആണെന്നുള്ളത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു വീഡിയോനകത്ത്, നിങ്ങളുടെ ഈ ഒരു 2 മന്തിനകത്ത്, ഈ ഫസ്റ്റ് മന്തിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വീക്കായിട്ടുള്ള പോർഷൻസിനെ നിങ്ങൾ കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ റിവൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാനുള്ളത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീക്കായിട്ടുള്ള പോർഷൻസ് ഏതാന്നുള്ളത് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക. ചിലപ്പോൾ അതൊരു ചാപ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ അതൊരു പോർഷൻ മാത്രമായിരിക്കും. ഇപ്പൊ എന്റെ കേസിലൊക്കെ എനിക്ക് തോന്നുന്നു കറണ്ട് എന്നുള്ള ചാപ്റ്ററും പിന്നെ പ്ലാങ്കിങ്ങോ അങ്ങനെ ഏതൊക്കെയൊക്കെയായിരുന്നു എന്റെ കേസിലുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ആ ചാപ്റ്ററിൽ ഓരോ പോർഷൻസ് ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ കുറേ പോർഷൻസ് നമ്മുടെ കയ്യിൽ ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത് കിട്ടും. ഈ കംപ്ലീറ്റ് ആക്കാനുള്ള പോർഷൻസിനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട്, ഇനിയിപ്പോൾ 30 ദിവസം ഇല്ലല്ലോ, എത്ര ദിവസമാണെന്ന് വെച്ചാൽ ഈ ഒരു മന്തിനകത്ത് ഇനി എത്ര ദിവസം ബാക്കിയുണ്ടോ ആ ദിവസത്തിന്റെ അത്ര ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ദിവസത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയത്ത് നിങ്ങൾ വീക്കായിട്ടുള്ള പോർഷൻസിനെ പഠിച്ച് അതിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത്, അതായത് മാക്സിമം നിങ്ങൾ ഈ വീക്കായിട്ടുള്ള പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. എന്നാലേ നമുക്കത് തറവായിട്ട് നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. ഇത് ചെയ്ത ശേഷം പിന്നെ ഒരു ഉച്ചയ്ക്ക് ഇരുന്നിട്ടൊക്കെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ടാവുക. പിന്നെ രാത്രി അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും അതിൻ്റെ അനാലിസിസ് ഒക്കെ ചിലപ്പോൾ നടത്തുന്നുണ്ടാവുക. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലാനിങ് പോലെ. അപ്പോൾ മിനിമം നിങ്ങൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടാകണം. ഈ വീക്ക് പോയിന്റ്സ്, വീക്ക് ഏരിയാസിൽ ഏതാണോ കിട്ടിയിരിക്കുന്ന പോർഷൻ, ആ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനും പറ്റണം. ആ രീതിയിൽ വേണം ഒരു ദിവസം നമ്മൾ അലൈൻ ചെയ്യണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ വീക്കായിട്ടുള്ള പോർഷൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ദിവസത്തിൽ എനിക്ക് ഈ ഒരു പോർഷൻ നോക്കാനും പറ്റണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും പറ്റണം. ഈ രീതിയിൽ നിങ്ങൾ ആ ഒരു ദിവസത്തിന് ഡിവൈഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ദിവസം നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം എത്ര നേരം നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അവിടെയാണ് ഈ പറഞ്ഞ പല ടൈപ്പ് ഓഫ് സ്റ്റഡി ഉള്ളവരുടെ ഒരു പ്രിവലൻസ് വരുന്നത്. അതായത് ഇപ്പം വേഗത്തിൽ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്ര അവേഴ്സ് ഓഫ് സ്റ്റഡി ആവശ്യം വരുന്നില്ല. ചിലപ്പോൾ 6-8 മണിക്കൂറൊക്കെ അവർ ഇരുന്നാൽ തന്നെ പഠിച്ചു തീരും. പതിയെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കുന്നുണ്ടാകാം. അപ്പോൾ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാട്ടെ, ഈ പെട്ടെന്ന് പഠിക്കുന്നവർക്ക് വേഗം എന്തോരം കവർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെയൊന്നും വിചാരിക്കാൻ നിൽക്കണ്ടാട്ട. കാരണം പെട്ടെന്ന് പഠിക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇപ്പം നമ്മളൊക്കെ പെട്ടെന്ന് പഠിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ ആ പെട്ടെന്ന് തീർക്കുന്നത് തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പഠിക്കുന്നതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് നോക്കണമെന്നില്ല. പെട്ടെന്ന് പഠിക്കുന്നവർ ഒരു 90% ആൾക്കാരും വേഗം വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പെട്ടെന്ന് പഠിക്കുന്നത്. അപ്പോൾ പതിയെ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് നേരം ഓർമ്മ ഉണ്ടാകും, അധികം ഇരിക്കാൻ പറ്റില്ല, വേഗം എക്സോസ്റ്റഡ് ആവും, അധിക സമയം. അതുകൊണ്ട് നമ്മൾ വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പഠിക്കുന്നത്. പക്ഷെ കുറെ നേരം എടുത്ത് പഠിക്കുന്നവർക്ക് മിക്കവാറും അത് നല്ല രീതിക്ക് ഓർമ്മയുണ്ടാകും. നമ്മൾക്ക് പഠിച്ച പോലെ തന്നെ മറന്നു പോവുകയും ചെയ്യും, അവർക്ക് നല്ല ഓർമ്മയുണ്ടാകും. അപ്പം അതാലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾ ഏതായാലും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, പെട്ടെന്ന് പഠിക്കുന്നവരുണ്ട്, പതിയെ പഠിക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതാലോചിച്ചിട്ടാണ് നീറ്റ് കിട്ടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ അങ്ങനെ നിങ്ങളത് അസൈൻ ചെയ്ത ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കാം. ഇപ്പൊ 1 മന്തിന് നിങ്ങളിപ്പോ ഡെയിലി പറ്റിയില്ലെങ്കിലും 1 ഡേ വിട്ടിട്ടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ നോക്കാം. പിന്നെ സബ്ജക്ട് വൈസ് ഡിവിഷൻ എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഏതാ. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് എടുത്തിട്ടും നിങ്ങൾ നോക്കുക, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് ഏതാണെന്ന് എഴുതിയിട്ടാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അല്ലാതെ മൊത്തത്തിൽ എടുക്കണം. അതിൻ്റെ കൂടെ സബ്ജക്ട് വൈസ് നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ഓരോ സബ്ജക്റ്റിനകത്ത് വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഡേ പോകാൻ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും അല്ലെങ്കിൽ 2 സബ്ജക്റ്റിനകത്തുള്ള വീക്ക് 2 ടോപ്പിക്സ് അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ പോവുക. ഇപ്പോൾ ബയോളജിയിലൊരു ടോപ്പിക്കും ഫിസിക്സിലൊരു ടോപ്പിക്കും ആയിരിക്കും ഇന്ന്, നാളെ കെമിസ്ട്രിയിലൊരു ടോപ്പിക് ആയിരിക്കും. അങ്ങനെ വേറൊരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ടോപ്പിക്കിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ചിലർക്ക് ഒരു ടോപ്പിക്കിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബോറടിക്കും. അങ്ങനെയുള്ളവർ ഒരു ദിവസം തന്നെ 3 ടോപ്പിക്കിലെ ചെറിയ ഭാഗങ്ങൾ പഠിക്കാൻ നോക്കാം. ചിലർക്ക് ചിലപ്പോൾ ഒരു ടോപ്പിക്കിൽ ഇരിക്കുമ്പോഴായിരിക്കും അതിനെപ്പറ്റി ഇൻഡെപ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർ ഇപ്പോൾ ആ ഒരു ചിലപ്പോൾ ഒരു ചാപ്റ്റർ തന്നെ മൊത്തത്തിൽ ഇരുന്ന് അങ്ങോട്ട് തീർക്കാൻ നോക്കുക. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഏതാണെന്ന് വെച്ചാൽ
ആ ഒരു ദിവസം ആ ഒരു ദിവസത്തിന്റെ എത്ര ടൈം ഇരുന്നിട്ട് തീർക്കാൻ നോക്കുക. ഇപ്പൊ മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ എക്സാം തന്നെ ഇപ്പൊ ഈ ഒരു 1 മന്തിൽ ചെയ്താൽ മതിയാകും. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു PYQ, മോഡൽ എക്സാം ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഒരു PYQ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം ഈ മെയിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാത്രമുള്ളൊരു കളി വരുന്നത് ലാസ്റ്റ് മാസത്തിലേക്കാണ്. അന്നേരം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ഒരു ദിവസം ഞാനൊക്കെ 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെന്ന് ലാസ്റ്റ് മന്തിൽ. ക്വസ്റ്റ്യൻ പേപ്പർ അതുള്ളൂ. ലാസ്റ്റ് മന്തിൽക്ക് മാക്സിമം എന്നാണ് നമ്മൾ പറയുള്ളൂ. അതിപ്പോ ഓരോരുത്തർക്ക് പറ്റുന്ന അത്രയ്ക്കും ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് മന്തിൽ ചെയ്യാന്നുള്ളതാണ്. ഈ ചെയ്യുന്നതിലല്ലാത്ത കാര്യം, ചെയ്തതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിലാണ് എപ്പോഴും കാര്യം. ഞാൻ പണ്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുള്ളത്, അനലൈസ് ചെയ്യാൻ വലിയ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അനലൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ, അല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ. നമ്മൾ മാർക്ക് നോക്കരുത് എന്ന് പറയുന്നത് മാർക്കല്ല നോക്കേണ്ടത്, അതിനകത്ത് തെറ്റ് ക്വസ്റ്റ്യൻസും എന്തൊക്കെ അതിനകത്ത് നിന്ന് ഇനി പഠിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ, ഡെയിലി പ്ലാനിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.